Welcome back to my channel, English Grammar Teaching and Learning. Today, I would like to endeavor a new venture, starting the first lesson of the 10th class English reader as per the new curricula. Welcome to all of you, especially the students of 10th class. ഇന്ന് ഞാനൊരു പുതിയ ഉദ്യമത്തിന് തുടക്കം കുറിക്കാൻ ഉദ്ദേശിക്കുന്നു. 10ാം ക്ലാസ്സിലെ പുതിയ പാഠ്യപദ്ധതി അനുസരിച്ചുള്ള ആദ്യത്തെ ലെസൺ ആരംഭിക്കുന്നു. എല്ലാ വിദ്യാർത്ഥികളെയും എല്ലാവരെയും പ്രത്യേകിച്ച് 10ാം ക്ലാസ് വിദ്യാർത്ഥികളെ ഈ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെക്കേഷൻ സമയത്തെ എൻ്റെ ക്ലാസ്സുകൾ പരമാവധി പ്രയോജനപ്പെടുത്തി ഉയർന്ന മാർക്ക് ഇംഗ്ലീഷ് സബ്ജക്റ്റിന് വാങ്ങിക്കുവാൻ വേണ്ടി എന്നോടൊപ്പം സഹകരിക്കുക. നിങ്ങൾക്കൊക്കെ ഒരു ഉയർന്ന മാർക്കോടുകൂടി പാസ്സാവാൻ വരുന്ന SLC പരീക്ഷയ്ക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസയോടെ ലെറ്റ് us സ്റ്റാർട്ട് അവർ ക്ലാസ്. നമുക്ക് പുതിയ പാഠ്യപദ്ധതി അനുസരിച്ച് ഫസ്റ്റ് യൂണിറ്റിൽ 3 ലെസൺസാണ് പഠിക്കാനുള്ളത്. ആദ്യത്തെ യൂണിറ്റിൻ്റെ പേര് ട്രയൽസ് ആൻഡ് ട്രയംപ്സ്. അതിൽ ആദ്യത്തെ ലെസൺ എന്ന് പറയുന്നത് ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. എ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ്. അപ്പോൾ ആദ്യത്തെ യൂണിറ്റിൻ്റെ പേര് ട്രയൽസ് ആൻഡ് ട്രയംപ്സ്, പരീക്ഷണങ്ങളും അതുപോലെ തന്നെ വിജയങ്ങളും, ഓർ വി ക്യാൻ സേ എക്സ്പെരിമെൻറ്റ്സ് ആൻഡ് സക്സസസ്. അതാണ് ഫസ്റ്റ് യൂണിറ്റിൻ്റെ പേര്. അതിൽ എ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ്, ഒരു വൃദ്ധൻ, വലിയ ചിറകുള്ള ഒരു വൃദ്ധൻ എന്നാണ് പാഠത്തിൻ്റെ പേര്. ഇവിടെ സ്റ്റോറിക്കുപരിയായിട്ട് ഏറെ കാര്യങ്ങൾ ഈ സ്റ്റോറിയിൽ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ലെറ്റ് us begin our lesson with the quotation of ആൽബർട്ട് ക്യാമു. ആൽബർട്ട് ക്യാമുവിൻ്റെ ഒരു കൊട്ടേഷനോടുകൂടിയാണ് ലെസൺ ആരംഭിക്കുന്നത്. ലെറ്റ് us start. Look at the blackboard. Okay. There is no sun without shadow. It is essential to know the night. അപ്പോൾ there is no sun without shadow. സൂര്യൻ്റെ മഹത്വം അറിയണമെങ്കിൽ നമ്മൾ നിഴലിനെ കുറിച്ച് അറിയണം. നിഴൽ ഇല്ലാതെ സൂര്യനില്ല. ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു നോ ദി നൈറ്റ്. രാത്രിയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. രാത്രി ഉണ്ടെങ്കിലാണ് പകലിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ സൂര്യൻ്റെ മഹത്വം നമ്മൾ അറിയണമെങ്കിൽ അറിയുന്നത് എന്തുകൊണ്ടാണ്? ഷാഡോ ഉള്ളതുകൊണ്ടാണ്, നിഴൽ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇതിൽ നിന്ന് ചില പാഠങ്ങൾ ഈ നമ്മുടെ പഠിക്കാനുള്ള പാഠവുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു 3 ക്വസ്റ്റ്യൻസും ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. ഇത് ഒരു ഫ്രേസാണ്. ഫ്രേസ്, വാട്ട് ഈസ് എ ഫ്രേസ്? ഫ്രേസ് ഈസ് എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് സ്റ്റാൻഡിങ് ടുഗദർ ആസ് എ കൺസെപ്ച്വൽ യൂണിറ്റ്. അതായത് ആശയപരമായി നിലകൊള്ളുന്ന ഒരു കൂട്ടം വാക്കുകളാണ് ഫ്രേസ്. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് എ സെൻറ്റൻസ്. അത് ഒരു സെൻറ്റൻസിൻ്റെ ഭാഗമാണ്. ഇറ്റ് ഹാസ് സെൻസ് ബട്ട് നോട്ട് കംപ്ലീറ്റ് സെൻസ്. അതിന് പൂർണ്ണമായ അർത്ഥം ഇല്ല, എന്നാൽ അതിന് ആശയപരമായ ഒരു ആശയം അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു. ഇവിടെ ആ ക്വസ്റ്റ്യനിൽ നമ്മൾ പറയുന്നത് there is no sun. സൺ എന്തിനെ സൂചിപ്പിക്കുന്നു? ഷാഡോ എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും വ്യക്തമാക്കേണ്ടത്. ഇവിടെ അതുമായി ബന്ധപ്പെട്ട് 3 ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. വാട്ട് ഡു യു തിങ്ക് സൺ ആൻഡ് ഷാഡോ മീൻ ഇൻ ദി കോണ്ടെക്സ്റ്റ്? ഈ കോണ്ടെക്സ്റ്റുമായി ബന്ധപ്പെട്ട് സൺ എന്ന് പറഞ്ഞാൽ എന്താണ്? സൺ എന്ന് പറയുന്നത് നമുക്കറിയാം, എല്ലാ കർമ്മത്തിനും സാക്ഷിയായിട്ടുള്ള ഒരാളാണ് സൂര്യൻ. എല്ലാ ഊർജത്തിൻ്റെയും ഉറവിടവും സൂര്യനാണ്. ഇപ്പോൾ പ്രകാശം, ഇവിടെ സൺ എന്ന് ഉദ്ദേശിക്കുന്നത് ലൈറ്റ് ഓർ ഹാപ്പിനെസ്. ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് സന്തോഷം നൽകുന്നതാണ്. ഹാപ്പിനെസ്.
ജോയ്, പോസിറ്റിവിറ്റി. ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ സൺ എന്നതുകൊണ്ട് ഇതിലൂടെ മനസ്സിലാക്കുന്നത്. അപ്പം ലൈറ്റാണ്, പ്രഭ നൽകുന്നതാണ്, സന്തോഷം നൽകുന്നതാണ്, ജോയ്, പോസിറ്റിവിറ്റി. ഇതൊക്കെയാണ് സൺ റെപ്രസെൻ്റ് ചെയ്യുന്നത്, സണ്ണിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതുപോലെ ഷാഡോ എന്ന് പറഞ്ഞാൽ ലൈറ്റിന് പകരം നമുക്ക് ഡാർക്ക്നെസ്. ഇവിടെ നമുക്ക് ഡേ എഴുതാം, ഇവിടെ നൈറ്റ് എഴുതാം. ഇവിടെ പോസിറ്റിവിറ്റി, ഇവിടെ നെഗറ്റിവിറ്റി. ഇവിടെ ഹാപ്പിനെസ്, ഇവിടെയോ സോറോ. അപ്പോൾ there is no sun. ഇവിടെ ഇത് എല്ലാം സൂചിപ്പിക്കുന്നത് എന്താണ്? ലൈഫ് ഈസ് എ മിക്സ്ചർ, ലൈഫ് ഈസ് കോംപ്ലിക്കേറ്റഡ്. ജീവിതം എന്ന് പറയുന്നത് ഒരു സങ്കീർണമായ പ്രോസസ്സാണ്, സങ്കീർണമായ പ്രക്രിയയാണ്. ഇറ്റ് കണ്ടെയ്ൻസ് പ്ലഷർ, സോറോസ്, നെഗറ്റിവിറ്റി, പോസിറ്റിവിറ്റി. അപ്പോൾ സുഖദുഃഖങ്ങൾ നിറഞ്ഞതാണ് ജീവിതം. അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഈ കഥയുമായി ബന്ധപ്പെട്ട ചില തീംസ് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ നിങ്ങളുടെ ടെക്സ്റ്റിൻ്റെ പുറകിൽ മാജിക്കൽ റിയലിസമാണ് പ്രധാനമായിട്ടും ഈ പാഠവും ബേസ് ചെയ്യുന്നത്. മാജിക്കൽ റിയലിസം, അവിടെ മാജിക് ഉണ്ട്, റിയലിസം ഉണ്ട്, ഫാക്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഇമാജിനേഷൻ ഉണ്ട്. മാജിക്, ഇമാജിനേഷൻ, ഫാൻറ്റസി. റിയലിസം, റിയലിസം മീൻസ് റിയാലിറ്റി. ഇപ്പോൾ റിയാലിറ്റിയും അതുപോലെ തന്നെ മാജിക് അല്ലെങ്കിൽ ഫാൻറ്റസിയും തമ്മിലുള്ള ഒരു മത്സരമാണ് ഇവിടെ. അതിനെ മായിക്കുന്ന ഒരു പുതിയ ടെക്നിക്സാണ് എന്ത് മാജിക്കൽ റിയലിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഈ പാഠത്തിലെ പ്രധാനമായിട്ടുള്ള ഒരു തീമെന്ന് പറയുന്നത്, അതാണ്. അപ്പോൾ മാജിക്കൽ റിയലിസത്തെ കുറിച്ച് നമുക്ക് ഒന്ന് മനസ്സിലാക്കാം. മാജിക്കൽ റിയലിസം ഈസ് വൺ ഓഫ് ദി യുണീക്ക് നറേറ്റീവ് സ്റ്റൈൽ ഓഫ് ദി ലാസ്റ്റ് സെഞ്ചുറി. കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ ഒരു മറ്റൊന്നുമായി താരതമ്യപ്പെടുത്താൻ പറ്റാത്ത ഒരു നറേറ്റീവ് സ്റ്റൈലാണ്, ഡിസ്ക്രിപ്റ്റീവ് സ്റ്റൈലാണ്. അപ്പോൾ ലിറ്ററേച്ചറിൽ, പ്രത്യേകിച്ച് ലിറ്ററേച്ചറിൽ സ്വീകരിച്ചിട്ടുള്ള ഒരു പ്രത്യേക എഴുത്ത് രീതിയാണ്, റൈറ്റിംഗ് സ്റ്റൈലാണ് മാജിക്കൽ റിയലിസം. യുണീക്കാണത്. അതിനോട് താരതമ്യം ചെയ്യാൻ ദി സൺ, ദി മൂൺ, ദി എർത്ത് എന്നൊക്കെ പറയുന്ന പോലെ ഈ ഒരു സ്റ്റൈല് യുണീക്കാണ്. അപ്പോൾ അവസാന കാലഘട്ടത്തിൽ ഒരു റൈറ്റിംഗ് സ്റ്റൈലായിരുന്നു, ഒരു നറേറ്റീവ് സ്റ്റൈലായിരുന്നു, ലിറ്റററി വർക്കിലുള്ള ഒരു സ്റ്റൈലായിരുന്നു മാജിക്കൽ റിയലിസം. അവിടെ മാജിക്കൽ റിയലിസം ഈസ് വൺ ഓഫ് ദി യുണീക്ക് നറേറ്റീവ് സ്റ്റൈൽസ്. വൺ ഓഫ് ദിക്ക് ശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് നൗൺ പ്ലൂറൽ ആയിരിക്കണം എന്നാണ്, വൺ ഓഫ് ദിക്ക് ശേഷം. അപ്പോൾ വൺ ഓഫ് ദി യുണീക്ക് നറേറ്റീവ് സ്റ്റൈൽസ് ഓഫ് ദി ലാസ്റ്റ് സെഞ്ചുറി. ഗ്രാമറുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് ഞാൻ ഈ പറഞ്ഞത്. Magical realism is after one of the we have to use a noun, plural noun and a singular verb. In many Latin American writers like Gabriel Garcia Marquez and others such as Salman Rushdie and Angela Carter have contributed to the genre. ഈ പുതിയ റൈറ്റിംഗ് സ്റ്റൈൽ അല്ലെങ്കിൽ മാജിക്കൽ റിയലിസവുമായി ബന്ധപ്പെട്ട 3 മഹാന്മാരായിരുന്നു. ഒന്ന് ഗബ്രിയൽ, നമ്മുടെ എഴുത്തുകാരൻ, റൈറ്റർ ഗബ്രിയൽ ഗാർസിയ മാർക്കസ് ആൻഡ് അതർ സച്ചസ് സൽമാൻ റുഷ്ദി, മറ്റൊരാളാണ് സൽമാൻ റുഷ്ദി, അതുപോലെ തന്നെ അഞ്ചേല കാർട്ടർ. ഇവർ ഈ മാജിക്കൽ റിയലിസത്തിന് വളരെ കൂടുതൽ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. വർക്ക്സ് ഇൻ ദി ജനർ ഡെപിക്ട്സ് ദി റിയൽ വേൾഡ് വിത്ത് ആൻ അണ്ടർ കറണ്ട് ഓഫ് മാജിക് ഓർ ഫാൻറ്റസി. വർക്ക്സ് ഇൻ ദി ജനർ, അതായത് ഈ മാജിക്കൽ റിയലിസം എന്ന കൃതികൾ, അതുമായി ബന്ധപ്പെട്ട കൃതികൾ എന്താണ് വരച്ചു കാട്ടുന്നത്? റിയൽ വേൾഡ് വിത്ത് ആൻ അണ്ടർ കറണ്ട് ഓഫ് മാജിക് ഓർ ഫാൻറ്റസി. ഇത് യഥാർത്ഥത്തിൽ അണ്ടർ കറണ്ട്, അത് ഒരു അണ്ടർ കറണ്ട് എന്ന് പറഞ്ഞാൽ അടിയൊഴുക്ക്. അണ്ടർ കറണ്ട് ഓഫ് മാജിക് ഓർ ഫാൻറ്റസി, ഫാൻറ്റസിയുടെയും അതുപോലെ തന്നെ മാജിക്കിൻ്റെയും, ഇത് രണ്ടും വൺ ആൻഡ് സെയിമാണ്. മാജിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാൻറ്റസി വേഴ്സസ് റിയാലിറ്റിയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഫാൻറ്റസി ഈസ് ദി റെലം ഓഫ് ഇമാജിനേഷനാണ്. റെലം ഓഫ് ഇമാജിനേഷനെ നമുക്കെന്ത് പറയാം? ഫാൻറ്റസി എന്ന് പറയാം. അതായത് സാങ്കല്പികതയുടെ ഒരു സാമ്രാജ്യമാണ് യഥാർത്ഥത്തിൽ
ഫാൻറ്റസി. ഇനി അതിൻ്റെ പ്രത്യേകത എന്താണ്? വേർ എനിത്തിങ് ഈസ് പോസിബിൾ. അവിടെ ഫാൻറ്റസിയിൽ നമുക്ക് എന്തും സാധ്യമാണ്. കാരണം ഇമാജിനേഷൻ അല്ലേ, മാജിക്കൽ ക്രിയേഷൻസ് ആണ് അവിടെ നടക്കുന്നത്, അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ ഇവൻസ് ആണ് സംഭവിക്കുന്നത്. ലിമിറ്റ്ലെസ് ആണ്, അല്ലെങ്കിൽ അൺലിമിറ്റഡ് സാധ്യതകളുള്ള ഒരു സാമ്രാജ്യമാണ് ഏത്? റെലം ഓഫ് ഇമാജിനേഷൻ ഓർ ഫാൻറ്റസി. ഇത് റിയാലിറ്റിയുമായി നമ്മൾ തട്ടിക്കുമ്പോൾ റിയാലിറ്റി എന്താണ്? ഈസ് ഗ്രൗണ്ടഡ് ഇൻ ഫാക്ട്സ്. അവിടെ പ്രധാനമായിട്ടും ആക്ച്വലായി സംഭവിക്കുന്നതായിരിക്കും, ലോജിക് ആയിരിക്കും, അല്ലെങ്കിൽ നാച്ചുറൽ ലാസ് ഓഫ് ദി യൂണിവേഴ്സ് ആയിരിക്കും എന്ത് സൂചിപ്പിക്കുന്നത്? റിയാലിറ്റി സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഇവിടെ അടുത്ത സെൻറ്റൻസിൽ ലൈക്ക് ഫെയറി ടെയിൽസ്, യക്ഷിക്കഥകൾ, വർക്ക്സ് ഓഫ് മാജിക്കൽ റിയലിസം ബ്ലർ ദി ലൈൻ ബിറ്റ്വീൻ ഫാൻറ്റസി ആൻഡ് റിയാലിറ്റി. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഫാൻറ്റസിയും റിയാലിറ്റിയും തമ്മിലുള്ള അതിർവരമ്പ് ഡിലീറ്റ് ചെയ്യുന്ന ഒരു പുതിയ ടെക്നിക്കൽ ഒരു പുതിയ റൈറ്റിംഗ് സ്റ്റൈലാണ് മാജിക്കൽ റിയലിസം. അപ്പോൾ മാജിക്കൽ റിയലിസം ഫാൻറ്റസിയും അതുപോലെ തന്നെ റിയാലിറ്റിയും തമ്മിലുള്ള അതിർവരമ്പിനെ ഡിലീറ്റ് ചെയ്യുന്നു. അതാണ് ഇവിടെ അവസാനമായിട്ട് നമ്മൾ ഈ പാഠം പഠിക്കുന്നതിലൂടെ മനസ്സിലാകുന്നത്. ഒന്നുകൂടി പറഞ്ഞാൽ, ലൈക്ക് ഫെയറി ടെയിൽസ്, യക്ഷിക്കഥകൾ, വർക്ക്സ് ഓഫ് മാജിക്കൽ റിയലിസം, ബ്ലർ മീൻസ് ഡിലീറ്റ് ദി ലൈൻ ബിറ്റ്വീൻ ഫാൻറ്റസി ആൻഡ് റിയാലിറ്റി. അപ്പോൾ ഫാൻറ്റസിയും റിയാലിറ്റിയും തമ്മിലുള്ള, ഇമാജിനേഷൻ തമ്മിലുള്ള ഈ ഒരു വര ഇല്ലാതാക്കുന്നു, അല്ലെങ്കിൽ അതിർവരമ്പിനെ ഡിലീറ്റ് ചെയ്യുന്നു. ജനർ എന്ന് പറഞ്ഞാൽ ഇവിടെ കാറ്റഗറി ഓർ സ്റ്റൈൽ ഓഫ് ആർട്ടാണ് ഏത്? മാജിക്കൽ റിയലിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യെസ്, അപ്പോൾ ദിസ് ഷോർട്ട് സ്റ്റോറി ഈസ് റിട്ടൺ ഓൺ ദി ബേസിസ് ഓഫ് മാജിക്കൽ റിയലിസം. ഇനി നമുക്ക് ലെസണിലേക്ക് വന്നാൽ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ മാത്രം ഒന്ന് നോക്കാം ഇന്നത്തെ ക്ലാസ്സിൽ. ഇതുമായി ബന്ധപ്പെട്ട 3 ചോദ്യങ്ങളുണ്ട്. വാട്ട് ഡു യു തിങ്ക് സൺ ആൻഡ് ഷാഡോ മീൻ ഇൻ ദി കോണ്ടെക്സ്റ്റ്? സണ്ണും ഷാഡോയും എന്താണ് അർത്ഥമാക്കുന്നത് ഈ പാഠത്തിലൂടെ? സൺ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സൺ എന്തിനെ സൂചിപ്പിക്കുന്നു? ലൈറ്റിനെ സൂചിപ്പിക്കുന്നു. ഹാപ്പിനെസ്, ജോയ്, പോസിറ്റിവിറ്റി, ഡേ ഇവയൊക്കെ സൂചിപ്പിക്കുന്നു. നൈറ്റ്. പിന്നെ ഷാഡോ എന്താണ്? ഡാർക്ക്നെസ്, നൈറ്റ്, നെഗറ്റിവിറ്റി, സോറോ തുടങ്ങിയവയെ. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രത്യേകത എന്താണ്? ദീസ് ടു ആർ ഇൻസെപ്പറബിൾ. അത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇൻ്റർവീൻഡ് ആണ്. ദീസ് ടു ആർ ഇൻ്റർവീൻഡ് വിത്തൗട്ട് സെപ്പറേറ്റ്. ഇൻ്റർവീൻഡ്, ഇൻസെപ്പറബിൾ ആണ്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി വാട്ട് ഡസ് ദി നൈറ്റ് റെപ്രസെൻറ്റ്? നൈറ്റ് എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഡാർക്ക്നെസ്സിനെ, ചലഞ്ചസിനെ, ഡിഫിക്കൽട്ടീസിനെ, നെഗറ്റിവിറ്റിയൊക്കെയാണ് നൈറ്റ് റെപ്രസെൻ്റ് ചെയ്തത്. അപ്പോൾ നൈറ്റ് റെപ്രസെൻറ്റ്സ് ഡാർക്ക്നെസ്, ചലഞ്ചസ്, ഡിഫിക്കൽട്ടീസ് ആൻഡ് നെഗറ്റിവിറ്റി. ഹൗ ആർ ഗുഡ് ടൈംസ് ആൻഡ് ബാഡ് ടൈംസ് റിലേറ്റഡ് ടു ഈച്ച് അതർ? ഗുഡ് ടൈംസും ബാഡ് ടൈംസും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ഗുഡ് ടൈംസ് വിൽ ഇന്നെവിറ്റബിളി ബി അക്കമ്പനീഡ് ബൈ ചലഞ്ചസ് ഓർ ഡിഫിക്കൽട്ടീസ്. എപ്പോഴും നല്ല സമയത്തെ തുടർന്ന് ചീത്ത സമയം ഉണ്ടാകുന്നു. അത് ഒഴിച്ചുകൂടാനാവാത്ത വെല്ലുവിളികളായിരിക്കും, അല്ലെങ്കിൽ പ്രയാസങ്ങളായിരിക്കും. യെസ്, ലെറ്റ് us റീഡ് ആൻഡ് റിഫ്ലക്റ്റ്. ലെറ്റ് us റീഡ് ആൻഡ് തിങ്ക്. നമുക്കിതൊന്ന് വായിച്ച് വിലയിരുത്താം, ചിന്തിക്കാം. ആദ്യത്തെ ഒരു ഇൻട്രൊഡക്ടറി ആയിട്ട് തന്നിട്ടുള്ളത് മാത്രം നമുക്കിന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. കൈൻഡ്നസ് ആൻഡ് എംപതി ആർ എസെൻഷ്യൽ ക്വാളിറ്റീസ് ഇൻ അവർ വേൾഡ്. ഈ ലോകത്തിൽ വളരെ അത്യന്താപേക്ഷിതമായിട്ട് ഉണ്ടായിരിക്കേണ്ട 2 ഗുണങ്ങളാണ് കൈൻഡ്നസ് ആൻഡ് എംപതി. കൈൻഡ്നസ്, ദയ. എംപതി, സഹാനുഭൂതി. സഹാനുഭൂതി മീൻസ് ദി എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ദി അതേഴ്സ് ഓർ അനദേഴ്സ് ഫീലിംഗ് ആൻഡ് വില്ലിംഗ് ടു ഷെയർ. അതായത് തൊട്ടടുത്ത ആളിൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കാനും അയാളുടെ ദുഃഖത്തിൽ പങ്കുചേരാനും തയ്യാറുള്ള ഒരവസ്ഥയാണ് എംപതി. ഇപ്പോൾ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഷെയർ ദി ഫീലിങ്സ് ഓഫ് അനദർ, എന്താണ് എംപതി. ഈ 2 ഗുണങ്ങൾ ദി സ്പ്രെഡ് ലൈറ്റ് ആൻഡ് ഹോപ്പ് ഈവൻ ഇൻ ദി ഡാർക്കസ്റ്റ് ടൈംസ്. ഇവിടെ ഡാർക്കസ്റ്റ് ടൈംസ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസമേറിയ സമയങ്ങളിൽ പോലും സഹായിക്കുന്ന, പ്രകാശം പരത്തുന്ന, അല്ലെങ്കിൽ ആഗ്രഹം നൽകുന്ന 2 ഗുണങ്ങളാണ് കൈൻഡ്നസും എംപതിയും. അപ്പോൾ സൊസൈറ്റി ടെൻസ് ടു ഐസൊലേറ്റ് ദി വൺസ് ഹൂ അപ്പിയർ ഡിഫറൻറ്റ്. ഇപ്പോൾ സാധാരണക്കാരിൽ നിന്ന് വ്യത്യസ്തനായ ഒരാൾ ഒരു സമൂഹത്തിൽ വന്നാൽ അല്ലെങ്കിൽ കാണപ്പെട്ടാൽ അതിൽ നമ്മൾ അവനെ എന്ത് ചെയ്യാൻ ശ്രമിക്കുന്നു?
അവർ സൊസൈറ്റി ടെൻസ് ടു ഐസൊലേറ്റ്, അവനെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നു. ദി വൺസ് ഹു അപ്പിയർ ഡിഫറൻറ്റ്, എസ്പെഷ്യലി ദോസ് ഹു ആർ വീക്ക് ആൻഡ് വൾണറബിൾ, പ്രത്യേകിച്ച് ആ ആൾ ഒരു ക്ഷീണിതനും ദുർബലനും ആണെന്നുണ്ടെങ്കിൽ. വി മേ നോട്ട് ആൾവേസ് റിയലൈസ് ദാറ്റ്, അതായത് എല്ലാവരെയും സംബന്ധിച്ച് അങ്ങനെ നമ്മൾ വിലയിരുത്താൻ പാടില്ല. ഈവൻ സ്മോൾ ആക്ട്സ് ഓഫ് കമ്പാഷൻ, കാരുണ്യത്തിൻ്റെ ഒരു കണിക, കാരുണ്യത്തിൻ്റെ ഒരു ചെറിയ വാക്ക് ക്യാൻ ഹാവ് എ സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്റ്റ് ഓൺ മെനി ലൈഫ്സ്. അപ്പോൾ കരുണയുടെ ഒരു കടാക്ഷം, കാരുണ്യത്തിൻ്റെ ഒരു പ്രവൃത്തി, ഒരു വാക്ക് ഒരാളിൽ ഉണ്ടാക്കാവുന്ന അല്ലെങ്കിൽ ആളുകളിൽ ഉണ്ടാക്കാവുന്ന സ്വാധീനം വളരെ വലുതാണെന്നാണ് ഈ ലെസൺ നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ ഷോർട്ട് സ്റ്റോറി നമ്മൾക്ക് തരുന്ന ഗുണപാഠം. So today I would like to finish this introduction. I hope that you understood this small description. In the next class we will start a very old man with enormous wings. അടുത്ത ദിവസം നമ്മൾ ഗബ്രിയേൽ ഗാർസിയ മാർക്കസിൻ്റെ ആദ്യത്തെ ഷോർട്ട് സ്റ്റോറി ആരംഭിക്കും. അതുവരെ എല്ലാവർക്കും നന്ദി. Okay, thank you.